മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ ഹോർമോൺസിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഏകദേശം ഒരു 13-14 ക്ലാസ്സസൊക്കെ നമ്മൾ ഹോർമോൺസിനെ കുറിച്ചിട്ട് മാത്രം പഠിച്ചു. അപ്പോൾ ഇനി നമ്മൾ അതേപോലെ പഠിക്കാൻ പോകുന്നതാണ് എൻസൈംസിനെ കുറിച്ചിട്ട്. ഓക്കെ, എൻസൈംസിനെ കുറിച്ചിട്ടായിരിക്കും ഇനിയുള്ള കുറച്ച് ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നത്. സോ ദിസ് ഇസ് അവർ ഫസ്റ്റ് ക്ലാസ് ഓഫ് എൻസൈംസ്. ഓക്കെ, അപ്പോൾ എൻസൈംസ് എന്ന് പറയുമ്പോൾ ബയോകെമിസ്ട്രി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എൻസൈംസ് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ് ആയിരിക്കില്ല നമുക്ക്. ബിക്കോസ് അത്രയും കോമൺ അല്ലെങ്കിൽ അത്രയും നമ്മൾ എൻസൈംസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ബയോകെമിസ്ട്രി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ മൈക്രോബയോളജി ആണെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് സബ്ജക്റ്റുകളാണെങ്കിലും ഒക്കെ എൻസൈംസിനെ കുറിച്ചിട്ട് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എൻസൈംസിനെ കുറിച്ചിട്ട് പഠിച്ചു തുടങ്ങാം. എന്താണ് എൻസൈംസ്? എൻസൈംസിനെ നമുക്ക് സിംപ്ലി പറയാവുന്ന മറ്റൊരു പേരാണ് ബയോ കാറ്റലിസ്റ്റ് അഥവാ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. ബയോ കാറ്റലിസ്റ്റ് എന്നോ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് എന്നോ പറയാം അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് അഥവാ ബയോ കാറ്റലിസ്റ്റ് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ലിവിങ് ഓർഗാനിസം അവരുടെ ബോഡിയിൽ ഇവർ കാറ്റലിസിസ് നടത്തുന്നു. ദേ ആക്ട് ആസ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ അവർ കാറ്റാലിസിസ് നടത്തുന്നു. ഇനി എന്താണ് കാറ്റാലിസിസ്? ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുക. ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യിക്കലാണ് ആരുടെ പണി? നമ്മുടെ എൻസൈംസിൻ്റെ പണി. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കാറ്റലിസിസ് എന്ന് പറയുന്നത്. ഇൻക്രീസ് ഇൻ ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. അപ്പോൾ നമ്മുടെ ലിവിങ് സെൽസിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കലാണ് എൻസൈംസിൻ്റെ പണി. ഇനി അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻസൈംസ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആ റിയാക്ഷൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയായിരിക്കും റിയാക്ഷൻ കഴിയുമ്പോഴും എൻസൈംസ് ഇരിക്കുന്നുണ്ടായിരിക്കും. അതായത് എൻസൈംസിൽ ഓവറോൾ ആയിട്ട് ഒരു പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരുന്നില്ല. അവിടെ റിയാക്റ്റൻറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ബട്ട് എൻസൈംസിന് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വന്നിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ് എൻസൈംസിൻ്റെ പണി? കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യിക്കലാണ് എൻസൈംസിൻ്റെ പണി. ഓക്കെ, കാറ്റലിസിസ് നടത്തുക. അപ്പോൾ എൻസൈംസ് എന്ത് ചെയ്യുന്നു? കാറ്റലിസിസ് നടത്തുക. അവർ കെമിക്കൽ റിയാക്ഷൻസിനെ കാറ്റലൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇങ്ങനെ എൻസൈംസ് കാറ്റലൈസ് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ റിയാക്റ്റൻസ് ഉണ്ടല്ലോ. എന്താണ് റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതിയിട്ട് നോക്കാം. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷൻ, സിമ്പിൾ കെമിക്കൽ റിയാക്ഷൻ ആണ്. എ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു അല്ലെങ്കിൽ എ ഈസ് ടേൺഡ് ഇൻറ്റു ബി. എ എന്തായിട്ട് മാറി? ബി ആയിട്ട് മാറി. ഇതൊരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഓൾസോ ഇത് നമുക്കൊരു എൻസൈം കാറ്റലൈസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ആണെന്ന് പറയും. എൻസൈംസ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ് എൻസൈം കാറ്റലിസിസ് നടത്തുന്നത്. സോ ഇങ്ങനെ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്റ്റൻറ്റ്, ഇവരെയാണല്ലോ നമ്മൾ റിയാക്റ്റൻ്റ് എന്ന് വിളിക്കുന്നത്. ആ റിയാക്റ്റൻറ്റിനെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്നാണ് പറയുന്നത്. എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസിലെ റിയാക്റ്റൻറ്റിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ സബ്സ്ട്രേറ്റ് എന്നാണ് വിളിക്കുന്നത്. എന്താണ്? സബ്സ്ട്രേറ്റ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ദിസ് സബ്സ്ട്രേറ്റ് പിന്നെ എന്തായിട്ട് മാറും? ലാസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഇനി ഓരോ എൻസൈമും ഭയങ്കരമായിട്ട് സ്പെസിഫിക് ആണ് കേട്ടോ. അവരെന്താണ്? ഭയങ്കര യുണീക്ക് ആണ് അല്ലെങ്കിൽ സ്പെസിഫിക് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മിക്കവാറും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റിൻ്റെ മേലോ അല്ലെങ്കിൽ 1 or 2 സബ്സ്ട്രേറ്റിൻ്റെ മേലെ മാത്രമാണ് അവർക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാറ്റലൈസിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് അതായത് ഒരു എൻസൈമിന് കുറേ സബ്സ്ട്രേറ്റ്സിനെ എന്താക്കി അതിൻ്റെ മേലെ ആക്ട് ചെയ്ത് അതിനൊക്കെ പ്രൊഡക്ട്സ് ആക്കി മാറ്റാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ സ്പെസിഫിക്. 1, 2, 3 സബ്സ്ട്രേറ്റിൻ്റെ മേലെ, അങ്ങനത്തെ ആ ഒരു സബ്സ്ട്രേറ്റിൻ്റെ മേലെ മാത്രമായിരിക്കും അവർക്ക് കാറ്റലിസിസ് നടത്തി അതിൻ്റെ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ആക്കി മാറ്റാൻ കഴിവുണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നേച്ചർ നോക്കുകയാണെങ്കിൽ ഏകദേശം നടക്കുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷൻസിലും എൻസൈംസ് വേണം. ഇപ്പോൾ എൻസൈംസ് ഇല്ലാതെയും കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. പക്ഷെ എൻസൈംസ് ഉണ്ടെങ്കിൽ എന്താണ് പ്രത്യേകത? അത് കുറച്ചും കൂടെ സ്പീഡിൽ നടക്കും, കുറച്ചും കൂടെ പെട്ടെന്ന് നടക്കും. ഓക്കെ, അപ്പോൾ എൻസൈംസ് എന്ത് ചെയ്യും? ഓരോ റിയാക്ഷൻസും ഒരു സിഗ്നിഫിക്കൻറ്റ് റേറ്റ് അല്ലെങ്കിൽ സ്പീഡിൽ നടക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ഓരോ കെമിക്കൽ റിയാക്ഷൻസിനും എൻസൈംസ് ആവശ്യമാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എൻസൈംസ് എല്ലാ സബ്സ്ട്രേറ്റിൻ്റെ മേലെയും ആക്ട് ചെയ്യില്ല. ദേ ഹാവ് സ്പെസിഫിക് സബ്സ്ട്രേറ്റ്. അതുകൊണ്ട് തന്നെ
ഒരു എൻസൈമിന് കുറേ റിയാക്ഷൻസ് ഒന്നും കാറ്റലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. കുറച്ച് റിയാക്ഷൻസ് മാത്രമായിരിക്കും കാറ്റലൈസ് ചെയ്യുള്ളൂ. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് മാത്രം ആക്ട് ചെയ്ത് അതിന് അങ്ങനത്തെ റിയാക്ഷൻസിൽ മാത്രമായിരിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. ആൻഡ് ദിസ് പ്രോസസ് ഇസ് വെരി റാപ്പിഡ്. എൻസൈം കാറ്റലിസിസ് എന്ന പ്രോസസ്സ് ഭയങ്കര റാപ്പിഡാണ്. ഇപ്പോൾ ജസ്റ്റ് ഒരു നമ്മുടെ അവിടെ ഉള്ളത് 1 molecule ഓഫ് എൻസൈം ആണെന്ന് വിചാരിക്കുക. 1 molecule ഓഫ് എൻസൈം ആണെങ്കിൽ പോലും അതിന് ഏകദേശം 1 മിനിറ്റിൽ ഒരു 1000 molecules ഓഫ് സബ്സ്ട്രേറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ നോക്കൂ എത്ര എന്താണ് പവർഫുൾ ആണ് ഒരു എൻസൈം എന്ന്. 1 molecule ഓഫ് എൻസൈം ആണെങ്കിൽ പോലും ഇറ്റ് ക്യാൻ ആക്ട് ഓൺ അബൌട്ട് 1000 molecules ഓഫ് സബ്സ്ട്രേറ്റിന് മേലെ ആക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും എന്താണ് പവർഫുൾ ആണ് എൻസൈംസ് ആൻഡ് എൻസൈം കാറ്റലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഇപ്പോൾ നമ്മുടെ ബോഡിയിലൊക്കെ കുറേ മെറ്റബോളിക് റിയാക്ഷൻസ്, കുറേ മെറ്റബോളിക് പാത്വേസ് നടക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും ഗ്ലൈക്കോലൈസിസ്, TCA സൈക്കിൾ, ഗ്ലൂക്കോനിയോജെനസിസ്, ഗ്ലൈക്കോജെനസിസ്, ന്യൂക്ലിക് ആസിഡ് സിന്തസിസ്, അമിനോ ആസിഡ് സിന്തസിസ്, അമിനോ ആസിഡ് ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറഞ്ഞ് കുറേ പാത്വേസ് പഠിച്ചിട്ടുണ്ട്. ഈ ഓരോ പാത്വേയിലും ഓരോ സ്റ്റെപ്പിലും എന്തുണ്ട്, ഓരോ സ്പെസിഫിക് എൻസൈംസ് ഉണ്ട് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഓരോ സ്പെസിഫിക് എൻസൈംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പാത്വേസിലെ സ്റ്റെപ്പുകളിൽ അതിനാവശ്യമായിട്ടുള്ള എൻസൈംസ് അവിടെ ഇല്ല എങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ആ ഒരു സബ്സ്ട്രേറ്റ് അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് മാറില്ല. എന്നിട്ട് ആ സബ്സ്ട്രേറ്റ് അവിടെ ബിൽഡപ്പ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അസുഖങ്ങൾ വരും. അങ്ങനത്തെ അസുഖങ്ങളെ നമ്മൾ ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം എന്ന ആ ഒരു ഗ്രൂപ്പിലാണ് പെടുത്തുന്നത്. എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസി കാരണം മെറ്റബോളിക് പാത്വേസിൽ ബ്ലോക്ക് വന്നിട്ട് അങ്ങനെ വരുന്ന അസുഖങ്ങൾ നമ്മൾ ഏത് ഗ്രൂപ്പിൽ എടുത്തുന്നു, ഇൻബോൺ എറേഴ്സ് ഓഫ് മെറ്റബോളിസം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ എൻസൈംസിൻ്റെ ഡിസ്കവറി ഒരു ഹിസ്റ്ററി നോക്കാം. ഓക്കെ, നമ്മളല്ല ഡീറ്റെയിൽഡ് ഹിസ്റ്ററി ഒന്നും നോക്കുന്നില്ല. എന്താണ് ഒരു ജസ്റ്റ് ഒരു റിവ്യൂ എന്നൊക്കെ പറയുന്ന പോലെ സിമ്പിൾ ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ 1835 എപ്പോഴാണ്, 1835 ആണ് കേട്ടോ. അവിടെ ബെർസേലിയസ് എന്നൊരു സയൻറ്റിസ്റ്റ് ഉണ്ടല്ലോ, അദ്ദേഹം എന്ത് ചെയ്തു, സ്റ്റാർച്ചിൻ്റെ ഹൈഡ്രോലൈസിസ് നടക്കുന്നു. അതായത് സ്റ്റാർച്ചിൻ്റെ ബ്രേക്ക് ഡൗൺ, അതാണ് ഹൈഡ്രോലൈസിസ് എന്ന് പറഞ്ഞപ്പോൾ മാൾട്ട് എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് സ്റ്റാർച്ചിൻ്റെ ഹൈഡ്രോലൈസിസ് അദ്ദേഹം അന്ന് കാണിച്ചത്. ആൻഡ് അദ്ദേഹമാണ് ഈ ഒരു എൻസൈം കാറ്റലിസിസ് എന്ന തിയറി പുട്ട് ഫോർവേഡ് ചെയ്തത്. അത് മുന്നോട്ട് വെച്ചത് ആരാണ്, ഈ ഒരു ബെർസേലിയസ് എന്ന സയൻറ്റിസ്റ്റ് ആണ്. അതിനുശേഷം 1878 ഏത് ഇയർ, ആദ്യം 1835 ആയിരുന്നു ബെർസേലിയസ്, പിന്നെ 1878 വില്ലി കൂണെ എന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹമാണ് എൻസൈം എന്ന വേർഡിനെ കോയിൻ ചെയ്തത്. ആരാണ്, വില്ലി കൂണെ എന്ന സയൻറ്റിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു കെമിസ്റ്റ് ആണ് എൻസൈം എന്ന വേർഡിനെ കോയിൻ ചെയ്തത് ഇൻ 1878. ഈ എൻസൈം എന്ന വേർഡിൻ്റെ മീനിങ് ഇൻ ഈസ്റ്റ് എന്നാണ്. എന്താണ്, ഇൻ ഈസ്റ്റ്. ഓക്കെ, അതൊരു ഗ്രീക്ക് വേർഡാണ്. സോ വിച്ച് മീൻസ് ഇൻ ഈസ്റ്റ്. ഇനി 1907 ഏത് ഇയർ ആണ്, 1907 നോബൽ പ്രൈസ് കിട്ടിയ ഇയർ ആണ് കേട്ടോ. അപ്പോൾ അവിടെ വരുന്ന അടുത്ത സയൻറ്റിസ്റ്റ് ആണ് എഡ്വേർഡ് ബുച്ച്നർ. കുറച്ചും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിരിക്കും എഡ്വേർഡ് ബുച്ച്നർ എന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം എന്ത് കാണിച്ചു, സൂക്രോസ് എത്തനോൾ ആയിട്ട് മാറും. അതായത് ഫെർമെൻറ്റേഷൻ റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അത് എന്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്, ഈസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട്. അതായത് അവിടെ സെല്ലും കാര്യങ്ങളൊന്നും ഇല്ല, സെൽ ഫ്രീ എക്സ്ട്രാക്റ്റ് ആണ്. സോ ഈസ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, സൂക്രോസിനെ എത്തനോൾ ആക്കി ഫെർമെൻറ്റേഷൻ നടത്താൻ പറ്റും എന്ന് എഡ്വേർഡ് ബുച്ച്നർ കാണിച്ചു. ആൻഡ് അദ്ദേഹം അവിടുത്തെ ആ ഒരു ഈ ഒരു റിയാക്ഷന് കാരണക്കാരായിട്ടുള്ള ഒരു സംഭവത്തിന് എഡ്വേർഡ് ബുച്ച്നർ സൈമേസ് എന്ന പേരാണ് കൊടുത്തത്. എന്ത് പേര് കൊടുത്തു, സൈമേസ് എന്ന പേര് കൊടുത്തു. ഓക്കെ, പിന്നെ 1897 എന്ത് ചെയ്തു, ഇവിടെ കണ്ടത് നോബൽ പ്രൈസ് ഇയർ ആണ് കേട്ടോ, ഒരു 1907. ഓക്കെ, 1897 സർ ആർതർ ഹേർഡൻ എന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം എന്ത് ചെയ്തു, നേരത്തെ നമ്മുടെ എഡ്വേർഡ് കണ്ടുപിടിച്ചുള്ള സൈമേസ് ഉണ്ടല്ലോ, അത് ഒരു കോംപ്ലെക്സ് മിക്സ്ചർ ഓഫ് എൻസൈംസ് ആണ് കണ്ടുപിടിച്ചത്. അതായത് ഒരു ഒറ്റ എൻസൈം അല്ല, പകരം ഒരു കോംപ്ലെക്സ് മിക്സ്ചർ ഓഫ് എൻസൈംസ് ആണ്. അതിൽ ഓരോ എൻസൈം എന്ത് ചെയ്യുന്നു, സൂക്രോസിൻ്റെ ഹൈഡ്രോലൈസിസ് നടത്തുമ്പോൾ ആ ഹൈഡ്രോലൈസിസിലെ ഓരോ സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്ത്
ഓരോ എൻസൈം കാറ്റലൈസ് ചെയ്യും. സോ സൈമേസ് എന്ന് പറഞ്ഞ ഒരൊറ്റ എൻസൈം അല്ല, പകരം ഒരു കോംപ്ലക്സ് മിക്സ്ചർ ഓഫ് എൻസൈംസ് ആണ്. ഓരോ എൻസൈംസ് സുക്രോസ് ഹൈഡ്രോലൈസിസിൽ ഓരോ സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്നു എന്ന് അദ്ദേഹം കാണിച്ചു. അദ്ദേഹത്തിന് 1929 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ്, അവിടെ ഉണ്ടാകുന്ന ഇക്വിലിബ്രിയം, അതേപോലെ കാറ്റലിസ്, അതിനെ കുറിച്ചിട്ടൊക്കെ സ്റ്റഡി ചെയ്ത സയൻറ്റിസ്റ്റ് ആണ് ഓസ്വാൾഡ് എന്ന സയൻറ്റിസ്റ്റ്. നോബൽ പ്രൈസ് 1909. ഓക്കെ, ഇനി ഇതൊക്കെ കഴിഞ്ഞു 1926 ഏത് ഇയർ? 1926 ജെയിംസ് സമ്മർ എന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് യൂറിയേസ് എന്ന എൻസൈമിനെ ക്രിസ്റ്റലൈസ് ചെയ്തെടുത്തത്. ആരാണ്? ജെയിംസ് സമ്മർ ആണ് 1926 യൂറിയേസ് എന്ന എൻസൈമിനെ ക്രിസ്റ്റലൈസ് ചെയ്തെടുത്ത്. അദ്ദേഹത്തിനും 1946 നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 1930 ജോൺ നോർത്രോപ്പ് അദ്ദേഹം എന്ത് ചെയ്തു? നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ നിന്നും കുറേ പ്രോട്ടിയോലിറ്റിക് എൻസൈംസിനെ ക്രിസ്റ്റലൈസ് ചെയ്തു. പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് മീൻസ് പ്രോട്ടീൻസിൻ്റെ ഹൈഡ്രോലൈസിസ് അഥവാ പ്രോട്ടീൻസിൻ്റെ ബ്രേക്ക് ഡൗൺ നടത്തുന്ന എൻസൈംസിനെയാണ് പ്രോട്ടിയോലിറ്റിക് എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കുറേ എൻസൈംസിനെ ക്രിസ്റ്റലൈസ് ചെയ്തു. ഓൾസോ ഈ എൻസൈംസ് ഒക്കെ പ്രോട്ടീൻസ് ആണെന്നും കൂടെ അദ്ദേഹം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏകദേശം നമ്മുടെ എൻസൈംസിൻ്റെ ഒരു ചുരുക്കിയ ഹിസ്റ്ററി വരുന്നത്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ സയൻറ്റിസ്റ്റുമാരും ഇവിടെ വന്നിട്ടുണ്ട്. ദിസ് ഇസ് എഡ്വേർഡ് ബുച്ച്നർ ഉണ്ട്, ആർതർ ഹാർഡൻ ഉണ്ട്, ജെയിംസ് സമ്മർ ഉണ്ട്, ജോൺ നോർത്രോപ്പ് ഉണ്ട്, വില്യം ഓസ്വാൾഡ് ഉണ്ട്. ഓക്കെ, അപ്പം അത്രയാണ് ഹിസ്റ്ററി വരുന്നത്. ഇനി അപ്പം എന്ത് ചെയ്തു? ലാസ്റ്റ് ഈ എൻസൈംസ് ഒക്കെ പ്രോട്ടീൻ ആണെന്നാണ് അല്ലേ കണ്ടുപിടിച്ചത്. അപ്പോൾ എൻസൈംസ് എന്താണ്? ഇവരുടെ നേച്ചർ നോക്കുകയാണെങ്കിൽ എൻസൈംസ് ആർ പ്രോട്ടീൻസ്. എൻസൈംസ് എന്താണ്? ഓൾ എൻസൈംസ് ആർ പ്രോട്ടീൻ. ആകെ ഒരു എക്സെപ്ഷൻ വരുന്നത് ഏതാണ്? റൈബോസൈം എന്ന എൻസൈമാണ്. എന്താണ് റൈബോസൈം? ഈ ഒരു എൻസൈം ഉണ്ടല്ലോ പ്രോട്ടീൻ ഇൻ നേച്ചർ അല്ല, പകരം അത് ഒരു റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്, RNA നേച്ചറാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൈബോസൈം ഒഴികെ ബാക്കിയുള്ള എല്ലാ എൻസൈംസും പ്രോട്ടീൻസ് ആണ്. ഓൾസോ അവർക്ക് കൊളോയിഡൽ നേച്ചർ വരുന്നുണ്ട്, കൊളോയിഡ് ഫോർമേഷൻ പറ്റും. പിന്നെ ഇവർ ഹീറ്റ് ലയബിൾ ആണ്, അതായത് നമ്മൾ തീയൊക്കെ ആക്കി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ആക്ഷൻ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. ഓൾസോ ദേ ആർ വെരി സ്പെസിഫിക്. ഇനി ഇപ്പം നമ്മുടെ ലാബിലൊക്കെ നമ്മൾ പ്രോട്ടീൻസിൻ്റെ ഹൈഡ്രോലൈസിസ് നടത്തുകയെന്ന് വിചാരിക്കുക. പ്രോട്ടീൻസിൻ്റെ ബ്രേക്ക് ഡൗൺ നടത്തുകയാണ് എൻസൈംസിൻ്റെ സഹായത്തോട് കൂടിയിട്ടല്ല, പകരം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് യൂസ് ചെയ്തിട്ട് 100 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് പ്രോട്ടീൻസിൻ്റെ ഹൈഡ്രോലൈസിസ് നടത്തുകയെന്ന് വിചാരിക്കുക. പക്ഷേ അതിന് ഏകദേശം കുറച്ച് ദിവസങ്ങൾ എടുക്കും. പക്ഷേ ആ ഒരു സെയിം പ്രോട്ടീന് നമ്മുടെ GI ട്രാക്ട്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള എൻസൈംസ് ആണ് ഹൈഡ്രോലൈസിസ് നടത്തുന്നത്. ഒരു സ്ട്രോങ് ആസിഡിന് പകരം എൻസൈംസ് ആണ് ഹൈഡ്രോലൈസിസ് നടത്തുന്നതെങ്കിൽ ഇൻ അവർ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ എൻസൈംസ് ഹൈഡ്രോലൈസിസ് നടത്തുന്നുവെങ്കിൽ അത് ജസ്റ്റ് മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഡൈജഷൻ അവിടെ നടക്കുന്നു. പക്ഷേ ഒരു സെയിം പ്രോസസ്സ് എൻസൈംസിന് പകരം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് 100 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിട്ട് ഒരു ലാബിൽ ചെയ്യുവാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ലിവിങ് സെൽസിൽ കെമിക്കൽ റിയാക്ഷൻസ് അത്രയും സ്പീഡിൽ നടക്കുന്നുണ്ടെങ്കിൽ, അത്രയും നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ആരാണ്? നമ്മുടെ ഓൾ ലിവിങ് സെൽസിൽ പ്രസൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ജസ്റ്റ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി നടക്കുന്നതെന്ന് നോക്കാം. നമ്മൾ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന റിയാക്റ്റൻറ്റിനെ നമുക്ക് സബ്സ്ട്രേറ്റ് എന്ന് വിളിക്കാം. സോ സബ്സ്ട്രേറ്റ് വന്നിട്ട് എൻസൈമിൽ ബൈൻഡ് ചെയ്യും. എൻസൈമിൻ്റെ ഒരു സ്പെസിഫിക് സൈറ്റ് ഉണ്ട്, അവിടെ അതിനെ ആക്റ്റീവ് സൈറ്റ് എന്നാണ് വിളിക്കുന്നത്. അവിടെയാണ് ഈ ഒരു സബ്സ്ട്രേറ്റ് ബൈൻഡിങ് നടക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതാണ് ആക്റ്റീവ് സൈറ്റ് വന്നിട്ടുള്ളത്. അവിടെ വന്നിട്ട് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്തു അല്ലേ. സബ്സ്ട്രേറ്റ് ബൈൻഡിങ് നടന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാവും. സബ്സ്ട്രേറ്റ് വന്നിട്ട് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകുന്നു. അത് പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിട്ട് മാറും? നമ്മുടെ സബ്സ്ട്രേറ്റ് പ്രൊഡക്ട്സ് ആയിട്ട് മാറും. റിയാക്റ്റൻ്റ് ആയിട്ട് എന്തായിട്ട് മാറും? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ബട്ട് നമ്മുടെ എൻസൈമിന് ഒരു ചേഞ്ചും വരില്ല, എൻസൈം അതേപോലെ ഉണ്ടാകും. ഓക്കെ, ഇനി നമുക്ക് എൻസൈംസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം.
ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ എൻസൈംസും പ്രോട്ടീനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോട്ടീൻസിന് എന്തൊക്കെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ, എന്തൊക്കെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടോ, അതൊക്കെ ആർക്കും ഉണ്ടായിരിക്കും, എൻസൈംസിനും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എൻസൈംസ് ഹീറ്റ് ലബൈലാണ്, നമ്മൾ അതിന് ചൂടാക്കി കൊടുത്താൽ അത് സ്റ്റേബിൾ ഒന്നുമല്ല. പിന്നെ എൻസൈംസ് എന്താണ്, വാട്ടറിൽ സൊല്യൂബിൾ ആണ്. അതേപോലെ നമ്മളിപ്പോൾ പ്രോട്ടീൻസിനെ പ്രസിപ്പിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സോൾട്ട്, ഫോർ എക്സാമ്പിൾ അമോണിയം സൾഫേറ്റ് പോലത്തെ സോൾട്ട്സ് വെച്ചിട്ട് നമുക്ക് എൻസൈംസിനെയും പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ എൻസൈംസിൽ നോക്കുകയാണെങ്കിൽ എൻസൈംസിൽ എന്താണ്, നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, 16% ആണ് അവരുടെ വെയിറ്റ് നൈട്രജൻ ആയിട്ട് കാണപ്പെടുന്നത്. ഇനി ഒരു എൻസൈമിനെ നമ്മൾ അപ്പോ എൻസൈം എന്ന് വിളിക്കും. അപ്പോ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള എൻസൈമാണ് അപ്പോ എൻസൈം. അതിൽ കാറ്റലിസിസ് നടത്താൻ പറ്റില്ല. അപ്പോ എൻസൈംസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, കാറ്റലിസിസ് നടത്താൻ പറ്റില്ല. കാറ്റലിറ്റിക്കലി അത് ഇനാക്റ്റീവ് ആണ്. അപ്പം എന്താണ് അപ്പോ എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടിനെയാണ് നമ്മൾ അപ്പോ എൻസൈം എന്ന് വിളിക്കുന്നത്. എന്താണ്, എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടാണ് അപ്പോ എൻസൈം, ബട്ട് ഇറ്റ് ഈസ് കാറ്റലിറ്റിക്കലി ഇനാക്റ്റീവ്. അതിനെ കാറ്റലിസിസ് നടത്താൻ പറ്റില്ല. ബിക്കോസ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ എൻസൈം, അപ്പോ എൻസൈം ആക്റ്റീവ് ആകണമെങ്കിൽ ആ ഒരു അപ്പോ എൻസൈമിൽ വന്നിട്ട് ഒരു കോ ഫാക്ടറോ അല്ലെങ്കിൽ പ്രോസ്തറ്റിക് ഗ്രൂപ്പോ വന്നിട്ട് ബൈൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അപ്പോ എൻസൈം ഫങ്ഷണൽ ആയിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻസൈം ആയിട്ട് മാറുള്ളൂ. ഓക്കെ, എന്താണ് വന്ന് ബൈൻഡ് ചെയ്യേണ്ടത്, കോഫാക്ടർ ഓർ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് വന്ന് ബൈൻഡ് ചെയ്യണം. ഓക്കെ, പക്ഷെ ഇത് എല്ലാ എൻസൈംസിനും ട്രൂ അല്ല കേട്ടോ. എല്ലാ എൻസൈംസിനും കോഫാക്ടർ വേണം അല്ലെങ്കിൽ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് വേണം എന്നില്ല. എക്സെപ്ഷണൽ കേസസ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഈ ഒരു കോഫാക്ടർ അല്ലെങ്കിൽ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക്കോ അല്ലെങ്കിൽ ഇനോർഗാനിക്കോ ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ്. കോഫാക്ടേഴ്സ് എന്താവാം, ഐദർ ഓർഗാനിക് ആവാം ഓർ ഇൻഓർഗാനിക് ആവാം. പക്ഷെ എന്താണ്, അപ്പോ എൻസൈമിന് അവരുടെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ ഒരു കോഫാക്ടേഴ്സ് വേണം. സോ കോഫാക്ടേഴ്സ് ഐദർ എന്താകാം, ഓർഗാനിക് ആകാം അല്ലെങ്കിൽ ഇനോർഗാനിക് മോളിക്യൂൾ ആകാം. ഓക്കെ, പക്ഷെ ഇവർ നമ്മുടെ എൻസൈമുമായിട്ട് ലൂസ്ലി ആയിരിക്കും ബൈൻഡ് ചെയ്തിട്ടിരിക്കുന്നുണ്ടായിരിക്കുക, കോഫാക്ടേഴ്സ്. അപ്പം അതിനൊരു എക്സാമ്പിൾ ആണ് ലൈസീൻ ഓക്സിഡേസ് എന്ന എൻസൈം. ഏത് എൻസൈമാണ്, ലൈസീൻ ഓക്സിഡേസ് എന്ന എൻസൈമുമായിട്ട് കോപ്പർ ലൂസായിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ലൂസായിട്ടാണെങ്കിലും ഈ കോപ്പർ വന്ന് ലൈസിൻ ഓക്സിഡേസിൽ ബൈൻഡ് ചെയ്താലാണ് ലൈസിൻ ഓക്സിഡേസ് ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ ഇവിടെ കോപ്പർ ആരാണ്, കോപ്പർ ഇസ് ദി കോഫാക്ടർ ഹിയർ. ഓക്കെ, ഇനി പ്രോസ്തറ്റിക് ഗ്രൂപ്പിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ കോഫാക്ടർ പോലെ സിമിലർ തന്നെയാണ്. പക്ഷെ ഒരു ഡിഫറൻസ് വരുന്നത്, ഇത് എൻസൈമുമായിട്ട് ടൈറ്റായിട്ട് ബൈൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ എൻസൈമുമായിട്ട് ടൈറ്റ്ലി ബൈൻഡ് ആയിരിക്കും. അപ്പോൾ എന്താണ്, കോഫാക്ടർ പോലെ തന്നെയാണ്. വ്യത്യാസം വരുന്നത്, കോഫാക്ടർ ആകുമ്പോൾ ലൂസ്ലി ബൈൻഡ് വിത്ത് അപ്പോ എൻസൈം, പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആകുമ്പോൾ ടൈറ്റ്ലി ബൈൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സൈറ്റോക്രോം. ഓക്കെ, അതിലുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന പ്രോസ്തറ്റിക് ഗ്രൂപ്പാണ് ഹീം ഉണ്ടല്ലോ, ഭയങ്കര ടൈറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു സൈറ്റോക്രോമായിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കുക. സോ സൈറ്റോക്രോമിൽ നിന്ന് നമുക്കൊരു ഹീമിനെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഭയങ്കര സ്ട്രോങ് ആസിഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു സെപ്പറേഷൻ നടത്താൻ പറ്റത്തുള്ളൂ. സോ അപ്പോ എൻസൈമുമായിട്ട് സ്ട്രോങ് ആയിട്ട് ടൈറ്റ്ലി ബൈൻഡ് ചെയ്തിരിക്കുന്ന ആളാണ് പ്രോസ്തറ്റിക് ഗ്രൂപ്പുകൾ. ഓക്കെ, സോ ഇനി അപ്പോ എൻസൈമിൽ ഒന്നല്ലെങ്കിൽ കോഫാക്ടറോ അല്ലെങ്കിൽ പ്രോസ്തറ്റിക് ഗ്രൂപ്പോ വന്ന് ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോ പ്രോട്ടീൻ എന്താവും, ആക്റ്റീവായിട്ട് മാറുന്നു. ആ ആക്റ്റീവ് എൻസൈമിനെ നമ്മൾ പറയുന്ന പേരാണ് ഹോളോ എൻസൈം. എന്താണ്, ഹോളോ എൻസൈം ആണ് എന്ത്, ആക്റ്റീവ് എൻസൈം. ഓക്കെ, സോ അപ്പോ എൻസൈം എന്താണ്, പ്രോട്ടീൻ പാർട്ട് ഓഫ് എൻസൈം ആണ്. അത് പക്ഷേ ഇനാക്റ്റീവ് ആണ്. അത് ആക്റ്റീവായിട്ട് മാറണമെങ്കിൽ അതിൽ ഐദർ കോഫാക്ടർ ഓർ പ്രോസ്തറ്റിക് ഗ്രൂപ്പ് വന്ന് ബൈൻഡ് ചെയ്യണം. കോഫാക്ടർ ഒന്നല്ലെങ്കിൽ മെറ്റൽ അയോൺ ആവാം, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ കോപ്പർ, മെഗ്നീഷ്യം, അതേപോലെ മാംഗനീസ്, അങ്ങനത്തെ മെറ്റൽ അയോൺസ് ആകാം, സിങ്ക്, അങ്ങനത്തെ മെറ്റൽ അയോൺസ് എന്താണ്, കോഫാക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. സോ അത് വന്ന് നമ്മുടെ അപ്പോ എൻസൈമിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോ എൻസൈം ആക്റ്റീവ് ആയിട്ടുള്ള ഹോളോ എൻസൈം ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ കോഫാക്ടർ ആരാകാം,
കോ എൻസൈമുകളാകാം. കോ എൻസൈമിന് എക്സാമ്പിൾ ആണ് NAD, FAD, ATP, അതൊക്കെ കോ എൻസൈമുകൾ. അപ്പോൾ ഒന്നല്ലെങ്കിൽ അപ്പോ എൻസൈമുമായിട്ട് ആര് ബൈൻഡ് ചെയ്യണം? കോ എൻസൈം ബൈൻഡ് ചെയ്യണം. സോ അത് ആക്റ്റീവ് ഹോളോ എൻസൈം ആയിട്ട് മാറുന്നു. ചില എൻസൈമിൽ ബോത്ത് മെറ്റൽ അയോൺസും വേണ്ടി വരും, കോ എൻസൈംസും വേണ്ടി വരും ഫോർ ദെയർ ആക്ടിവേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഹോളോ എൻസൈമും അപ്പോ എൻസൈമും. അപ്പോൾ നോക്കൂ, എൻസൈമിൻ്റെ പ്രോട്ടീൻ പാർട്ടിനെയാണ് അപ്പോ എൻസൈം എന്ന് വിളിക്കുന്നത്. അതിനൊരു എന്തുണ്ട്, ഓരോ എൻസൈമിനും ആക്റ്റീവ് സൈറ്റ് ഉണ്ട്. അതുകൂടാതെ ഈ ഒരു അപ്പോ എൻസൈമിൽ വന്നിട്ട് ഇനോർഗാനിക് ആയിട്ടുള്ളൊരു കോ ഫാക്ടർ, അതായത് നമ്മുടെ മെറ്റൽ അയോൺസ്, അതേപോലെ ഓർഗാനിക് ആയിട്ടുള്ള കോ ഫാക്ടർ, അതാണ് കോ എൻസൈംസ്. ഇവർ വന്ന് ബൈൻഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു അപ്പോ എൻസൈം എന്തായിട്ട് മാറുന്നത്? കംപ്ലീറ്റ് ആക്റ്റീവ് എൻസൈം ആയിട്ടുള്ള ഹോളോ എൻസൈം ആയിട്ട് മാറുന്നത്. ഓക്കെ, നോക്കൂ, അപ്പോ എൻസൈം പ്ലസ് കോ എൻസൈം എന്തായിട്ട് മാറും? ഹോളോ എൻസൈം ആവും. ഈ ഹോളോ എൻസൈമിൽ നെക്സ്റ്റ് ആര് പോയിട്ട് ബൈൻഡ് ചെയ്യും? അതിൻ്റെ റിയാക്റ്റൻ്റ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് പോയിട്ട് ബൈൻഡ് ചെയ്യും. എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. പിന്നെ അത് എന്തായിട്ട് മാറും? പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു കോ ഫാക്ടർ കോ എൻസൈമിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനി എൻസൈംസ് ഉണ്ടല്ലോ, ഒന്നല്ലെങ്കിൽ മോണോമറിക് എൻസൈംസ് ആവാം, അല്ലെങ്കിൽ ഒലിഗോമറിക് എൻസൈംസ് ആവാം. മോണോമറിക് എൻസൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ പോളിപെപ്റ്റൈഡ് വെച്ച് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള എൻസൈംസിനെയാണ് മോണോമറിക് എൻസൈംസ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഒറ്റ എന്തേ ഉള്ളൂ? പോളിപെപ്റ്റൈഡ്സ്, അല്ലെങ്കിൽ ഒരൊറ്റ സബ് യൂണിറ്റേ ഉള്ളൂ. അങ്ങനത്തെ എൻസൈംസിനെയാണ് നമ്മൾ മോണോമറിക് എൻസൈംസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആണ് ട്രിപ്സിൻ, റൈബോന്യൂക്ലിയേസ് പോലത്തെ എൻസൈമുകൾ. ഓക്കെ, ഇനി ചില എൻസൈംസ് ഉണ്ടല്ലോ ഒരൊറ്റ പോളിപെപ്റ്റൈഡ് മാത്രമല്ല ഉണ്ടായിരിക്കും, പകരം മോർ ദാൻ വൺ സബ് യൂണിറ്റ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടായിരിക്കും. അങ്ങനത്തെ എൻസൈംസിനെ നമ്മൾ വിളിക്കുന്നതാണ് ഒലിഗോമറിക് എൻസൈംസ്. എന്താണ് നമ്മൾ വിളിക്കുന്നത്? ഒലിഗോമറിക് എൻസൈംസ് എന്നാണ് വിളിക്കുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്, ആസ്പാർട്ടേറ്റ് ട്രാൻസ്കാർബോമൈലേസ്. അതൊക്കെ എന്താണ്? മോർ ദാൻ വൺ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉള്ള എൻസൈമുകളാണ്. സോ ദേ ആർ ഒലിഗോമറിക് എൻസൈമുകളാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും അല്ലാതെ വേറെ കുറച്ച് ആൾക്കാരുണ്ട്. അതാണ് മൾട്ടി എൻസൈം കോംപ്ലക്സുകൾ. എന്താണ്? മൾട്ടി എൻസൈം കോംപ്ലക്സ്. അപ്പം അതെന്തായിരിക്കും? അവിടെ ഒരൊറ്റ എൻസൈം അല്ല, പകരം മൾട്ടി എൻസൈം ആണ്. അതായത് 2-3 കോംപ്ലക്സ്, അതിൽ ആ ഒരു കോംപ്ലക്സിൽ തന്നെ എന്തുണ്ടായിരിക്കും? ഡിഫറെൻറ്റ് എൻസൈമുകൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്ഷൻ ഉള്ള ഒരു എൻസൈം ആയിരിക്കും അത്. അങ്ങനെയാണ് മൾട്ടി എൻസൈം കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരൊറ്റ സീക്വൻസിൽ തന്നെ ഡിഫറെൻറ്റ് റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തെ ആൾക്കാരെയാണ് ഈ ഒരു മൾട്ടി എൻസൈം കോംപ്ലക്സുകൾ. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഫാറ്റി ആസിഡ് സിന്തേസ്, പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. നമ്മളിപ്പോൾ ഗ്ലൈക്കോലൈസിസ്, അതേപോലെ ഫാറ്റി ആസിഡ് സിന്തസിസ് ഒക്കെ TCA സൈക്കിളാണ് കേട്ടോ. അതൊക്കെ TCA സൈക്കിള്, ഫാറ്റി ആസിഡ് സിന്തസിസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഒരു എൻസൈംസിനൊക്കെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മൾട്ടി എൻസൈം കോംപ്ലക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ആക്റ്റീവ് അല്ല. അത് ആക്റ്റീവ് ആവണമെങ്കിൽ അതിൻ്റെ ആ ഒരു നേറ്റീവ് ആയിട്ടുള്ള മൾട്ടി എൻസൈം കോംപ്ലക്സ് ഫോമിൽ തന്നെ നിൽക്കണം. എങ്കിൽ മാത്രമാണ് അത് ഫങ്ഷനായിട്ട് നിൽക്കത്തുള്ളൂ. ഓക്കെ, ഇനി എൻസൈംസ് നമ്മൾ പ്രോട്ടീൻസ് ആണെന്ന് പറഞ്ഞാൽ മിക്കവാറും എൻസൈംസ് ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. ദേ ആർ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. ചില എൻസൈംസിൽ കുറച്ച് അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും, ചിലതിൽ കുറേ അമിനോ ആസിഡ്സ് ഉണ്ടായിരിക്കും. സോ ഏകദേശം 60 മുതൽ 2500 അമിനോ ആസിഡ്സ് വരെ അടങ്ങിയിട്ടുള്ളവരാണ് ഈ ഒരു എൻസൈംസ് എന്ന് പറയുന്നത്. അത്യാവശ്യം മോളിക്കുലാർ വെയിറ്റ് ഒരു 6000 മുതൽ 250,000 മോളിക്കുലാർ വെയിറ്റ് വരെ അവർക്ക് കാണപ്പെടാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദി നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് ദേ ഹാവ്. ഓക്കെ, ഇനി ഓരോ എൻസൈമിൻ്റെയും ആക്ടിവിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ എൻസൈമിൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ്. എന്താണ് അതിൻ്റെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ. ഓൾസോ ഈ എൻസൈംസിൻ്റെ സൈസ് ഉണ്ടല്ലോ, അവർ ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റിനെക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കും എൻസൈംസിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ കാണാൻ എന്ന് പറയുന്നത്. സബ്സ്ട്രേറ്റിനെക്കാളും എന്തായിരിക്കും? കുറച്ചും കൂടെ വലുതായിരിക്കും. പക്ഷെ വലുതാണെങ്കിൽ പോലും ആ എൻസൈമിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമാണ് കാറ്റലിസ്റ്റിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ആ എൻസൈം ഫുള്ളായിട്ട് കെമിക്കൽ കാറ്റലിസിസ് ഇൻവോൾവ് ചെയ്യുന്നില്ല. പകരം എൻസൈമിൻ്റെ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ് കാറ്റലിസിസ് നടത്തുന്നത് അല്ലെങ്കിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ആ ഒരു സ്മോൾ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് സൈറ്റ്.
എന്താണ് ആക്റ്റീവ് സൈറ്റ്. സോ എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റ് ആയിരിക്കും എന്ത് കാറ്റലിസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ആൻഡ് ദിസ് ആക്റ്റീവ് സൈറ്റിൽ വളരെ കുറച്ച് അമിനോ ആസിഡ്സ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, ഏകദേശം ഒരു 3 to 4 അമിനോ ആസിഡ്സ്. അവരാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ആ ഒരു കാറ്റലിറ്റിക് പ്രോസസ്സിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻസൈമിൻ്റെ സബ്സ്ട്രേറ്റ് ഒന്നല്ലെങ്കിൽ ഈ ഒരു ആക്റ്റീവ് സൈറ്റിൽ കംപ്ലീറ്റ്ലി അതിലിരിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആക്റ്റീവ് സൈറ്റിൻ്റെ അടുത്തൊക്കെ ആയിട്ടായിരിക്കും സബ്സ്ട്രേറ്റ് വന്നിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ എൻസൈംസിൻ്റെ വരുന്ന കുറച്ച് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് എൻസൈംസിൻ്റെ സ്പെസിഫിസിറ്റീനും കൂടെ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അല്ലേ, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ എൻസൈംസ് ഭയങ്കര സ്പെസിഫിക് ആണെന്ന് പറഞ്ഞു. അതായത് അവർ എന്താണ്, ഒരു എൻസൈമിന് വന്നിട്ട് എല്ലാ സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റില്ല, പകരം 1, 2, 3 സബ്സ്ട്രേറ്റ് മാത്രമായിരിക്കും അവർക്ക് സ്പെസിഫിക് ആയിട്ട് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എൻസൈംസ് എന്താണ്, വളരെ സ്പെസിഫിക് ആണ്, അവരൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആണ് ദെയർ സ്പെസിഫിസിറ്റി. ഓക്കെ, അപ്പോൾ ചില എൻസൈംസ് ഉണ്ടല്ലോ ആബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി കാണിക്കും. എന്താണ് ആബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആ എൻസൈമിന് ജസ്റ്റ് ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റിയാക്ഷനെ മാത്രം കാറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിയാക്ഷനും കാറ്റലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സ്പെസിഫിസിറ്റീനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. പക്ഷേ മറ്റു ചില എൻസൈംസ് നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കെമിക്കൽ ബോണ്ട് ഉള്ള റിയാക്ഷൻസിനൊക്കെ കാറ്റലൈസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിനൊക്കെ കാറ്റലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പെസിഫിസിറ്റി ഉണ്ട്, നമുക്കത് നോക്കാം. മെയിനായിട്ട് 4 types ഓഫ് സ്പെസിഫിസിറ്റി ആണ് വരുന്നത്. ഒന്നാമത്തതാണ് ആബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി. നമ്മളിപ്പോൾ പറഞ്ഞത് ചില എൻസൈംസ് എന്ത് ചെയ്യും, ഒരു കെമിക്കൽ റിയാക്ഷനെ മാത്രം കാറ്റലൈസ് ചെയ്യും, അതാണ് അബ്സല്യൂട്ട് സ്പെസിഫിസിറ്റി എന്ന ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് റിയാക്ഷനെ മാത്രം കാറ്റലൈസ് ചെയ്യുന്നത്. അടുത്തതാണ് ഗ്രൂപ്പ് സ്പെസിഫിസിറ്റി. ഈ സ്പെസിഫിസിറ്റി മീൻസ് ചില എൻസൈംസ് എന്ത് ചെയ്യും, ഒരു സ്പെസിഫിക് ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസിന് മേലെ പോയിട്ട് ആക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അമിനോ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസ്, അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പ്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഫങ്ഷണൽ ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള മോളിക്യൂൾസിന് മേലൊക്കെ പോയിട്ട് എന്ത് ചെയ്യും, ആക്ട് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് സ്പെസിഫിസിറ്റിനെയാണ് ഗ്രൂപ്പ് സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. അടുത്തതാണ് ലിങ്കേജ് സ്പെസിഫിസിറ്റി. ചില എൻസൈംസ് പെർട്ടിക്കുലർ കെമിക്കൽ ബോൺഡ്സിൻ്റെ മേലെ പോയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ബാക്കി ആ ഒരു മോളിക്യൂളിലെ സ്ട്രക്ചർ എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല, എന്ത് ഫങ്ഷൻ ഗ്രൂപ്പ് ആയാലും ഒന്നും കുഴപ്പമില്ല, ജസ്റ്റ് അവിടുത്തെ ഫാക്ടർ എന്താണ്, എന്ത് ലിങ്കേജ് ആണ് അല്ലെങ്കിൽ എന്ത് കെമിക്കൽ ബോണ്ടാണ്, അതിൻ്റെ ബേസിസിൽ ആക്ട് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. സോ ആ സ്പെസിഫിസിറ്റീനെ ലിങ്കേജ് സ്പെസിഫിസിറ്റി എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വണ്ണാണ് നമ്മുടെ സ്റ്റീറിയോ കെമിക്കൽ സ്പെസിഫിസിറ്റി. അതായത് ചില ഐസോമേഴ്സിൻ്റെ മേലെ, ഇപ്പോൾ സിസ് ഐസോമർ മാത്രം അല്ലെങ്കിൽ ട്രാൻസ് ഐസോമർ മാത്രം, അങ്ങനെ ഒരു സ്പെസിഫിക് ഐസോമറിൻ്റെ മേലെ പോയിട്ട് മാത്രം ആക്ട് ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. അപ്പോൾ ആ സ്പെസിഫിസിറ്റീനെ സ്റ്റീറിയോ കെമിക്കൽ സ്പെസിഫിസിറ്റി എന്നാണ് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് 4 types of specificity exhibited by enzyme. So enzymes എന്താണ്, ഹൈലി സ്പെസിഫിക് ആണെന്ന് പറയാം. അപ്പോൾ എൻസൈംസിൻ്റെ ഈ ഒരു സ്പെസിഫിസിറ്റി മെയിനായിട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഒരു എൻസൈമിൻ്റെ ഷേപ്പ്, എൻസൈമുമായിട്ട് വന്ന് ബൈൻഡ് ചെയ്യുന്ന സബ്സ്ട്രേറ്റിൻ്റെ ഷേപ്പ്, അതേപോലെ ചാർജ്, പിന്നെ സബ്സ്ട്രേറ്റ് ഹൈഡ്രോഫിലിക് ആണോ ഹൈഡ്രോഫോബിക് ആണോ, അതുകൂടാതെ എൻസൈമിൻ്റെ 3-dimensional ഓർഗനൈസേഷൻ, ഇങ്ങനെ പല കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് എൻസൈംസിൻ്റെ സ്പെസിഫിസിറ്റി ഒക്കെ അവിടെ ഡിറ്റർമൈൻഡ് ആകുന്നത്. ഓക്കെ, അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ദ നെയിമിങ്, അല്ലെങ്കിൽ നമുക്ക് നെയിമിങ്ങിന് പകരം നോമൻക്ലേച്ചർ എന്ന് പറയാം. എന്താണ് നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ്. എൻസൈംസിന് എങ്ങനെയാണ് നമ്മൾ പേരിടുന്നത് ആൻഡ് എൻസൈം ക്ലാസിഫിക്കേഷൻ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമൊക്കെ എൻസൈംസിനെ ഐസൊലേറ്റ് അല്ലെങ്കിൽ കണ്ടുപിടിക്കുമ്പോൾ അതിനൊക്കെ ഓരോ ട്രൈവിയൽ നെയിംസ് ആണ് കൊടുത്തിരിക്കുക. അതായത് ആ ഒരു എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷനൊക്കെ നോക്കിയിട്ട് അതിനോരോ പേരിടും. അങ്ങനത്തെ ഓരോ പേരാണ് കൊടുത്തിരുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ വരുന്ന പെപ്സിന്, ട്രിപ്സിന്, കൈമോട്രിപ്സിൻ, അങ്ങനത്തെ കുറേ പേരുകളൊക്കെയാണ് അവർ എൻസൈംസിന് ഇട്ടിരിക്കുന്നത്. നമ്മൾ ഈ എൻസൈംസിന് ഇപ്പോഴും ഈ പേര് വെച്ചിട്ട് തന്നെയാണ് വിളിക്കുന്നത് അല്ലേ. പക്ഷെ പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു തീരുമാനമായി, എൻസൈംസിന് എല്ലാവരുടെയും അവരുടെ പേരിൻ്റെ ലാസ്റ്റ് നമുക്ക് സഫിക്സ് ആയിട്ട് എയ്സ് എന്ന് കൊടുക്കാം അല്ലേ.
അതായത് ആ ഒരു എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുക ഏത് സബ്സ്ട്രേറ്റിൻ്റെ മേലെയാണോ ആക്ട് ചെയ്യുന്നത് ആ സബ്സ്ട്രേറ്റിൻ്റെ പേരിൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, എയ്സ് എന്നിടുക. അങ്ങനെ നമുക്ക് എൻസൈംസിന് പേരിടാം എന്നൊരു തീരുമാനമായി. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലാക്ടോസ് എന്ന സബ്സ്ട്രേറ്റ് ആണ്, ലാക്ടോസ് ആണ് അവിടെ സബ്സ്ട്രേറ്റ്. അപ്പോൾ എൻസൈമിന് നമ്മൾ എങ്ങനെ പേരിടും? ഈ ലാസ്റ്റ് എന്താക്കി മാറ്റും? ASE ആക്കി മാറ്റും. അപ്പോൾ എൻസൈമിൻ്റെ ലാക്ടോസ് എന്ന സബ്സ്ട്രേറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന എൻസൈം ആരായി? ലാക്ടേസ് ആയി. മറ്റൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ സൂക്രോസ്. സൂക്രോസ് എന്നതാണ് സബ്സ്ട്രേറ്റ്. അപ്പോൾ എൻസൈമിൻ്റെ പേര് എന്ത് വരും? സൂക്രേസ്. സൂക്രോസ് എന്ന സബ്സ്ട്രേറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന എൻസൈം സൂക്രേസ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സബ്സ്ട്രേറ്റ് ഏതാണോ ആ സബ്സ്ട്രേറ്റിൻ്റെ പേരിൻ്റെ ലാസ്റ്റിലേക്ക് നമ്മൾ സഫിക്സ് ആയിട്ട് എയ്സ് എന്നിട്ട് കൊടുക്കും. അങ്ങനെ എന്ത് ചെയ്തു? എൻസൈംസിന് അങ്ങനെ പേരിടാമെന്ന് തീരുമാനിച്ചു. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ ആണ് സ്റ്റാർച്ച് അല്ലെങ്കിൽ സ്റ്റാർച്ച് നമുക്ക് പറയുന്ന മറ്റു പേരാണ് അമൈലോസ്. അതിൻ്റെ ഹൈഡ്രോലൈസിസ് നടത്തുന്ന എൻസൈംസിന് അമൈലേസ് എന്ന് പേരിട്ടു. അതേപോലെ ചില സബ്സ്ട്രേറ്റ്സിന് ഡീഹൈഡ്രോജനേറ്റ് ചെയ്യുന്ന എൻസൈംസ് ഉണ്ടായിരിക്കും. ഡീഹൈഡ്രോജനേറ്റ് മീൻസ് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന എൻസൈമുകൾ, അവരെ ഡീഹൈഡ്രോജനേസസ് അങ്ങനെയൊക്കെ പേരിടാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എൻസൈംസിന് ട്രൈവിയൽ നെയിംസ് ഒക്കെ ഇടാൻ തുടങ്ങി. പക്ഷേ ഇങ്ങനെ പേരിടുമ്പോഴും അവിടെ എന്തായി? ആ ഒരു എൻസൈമാറ്റിക് റിയാക്ഷൻ്റെ കംപ്ലീറ്റ് ഇൻഫോർമേഷൻ അവിടെ കിട്ടുന്നില്ല. അതായത് അത് എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ്, അതിനൊരു കോഫാക്ടർ ആവശ്യമുണ്ടോ, അങ്ങനത്തെ ഒക്കെ ഓരോ കുറവുകൾ വന്നു. അപ്പം അതുകൊണ്ട് ഈ ഒരു നോമൻക്ലേച്ചർ എന്നാണ് ഒരു കൺസിസ്റ്റൻ്റ് അല്ലാതെയായി. ഓൾസോ ഇങ്ങനെ കൂടുതൽ എൻസൈംസ് ഇങ്ങനെ കണ്ടുപിടിച്ച് തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഒരു എൻസൈമിൻ്റെ നെയിമിങ്ങിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റം വേണം. അതേപോലെ എൻസൈംസിനെ ക്ലാസിഫൈ ചെയ്യാനും ഒരു സിസ്റ്റമാറ്റിക് സിസ്റ്റം വേണം എന്നൊരു ആവശ്യം അവിടെ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? ദ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രി IUB അവരെന്ത് ചെയ്തു? 1961 ഒരു കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തു. അതാണ് നമ്മുടെ എൻസൈം കമ്മീഷൻ. ആരാണ്? ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രി IUB ആണ് എൻസൈം കമ്മീഷനെ 1961 അപ്പോയിൻറ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് അവരെന്നിട്ട് ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തു 1964. അതിൻ്റെ ബേസിസിലാണ് നമ്മളിപ്പോൾ എൻസൈംസിനെ ക്ലാസിഫൈ ചെയ്യുന്നതും നെയിം ചെയ്തിട്ടൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻസൈം കമ്മിറ്റി വന്നിട്ട് എൻസൈംസിനെ കുറിച്ച് നല്ല അടിപൊളിയായിട്ട് പഠിച്ചു. എന്നിട്ട് എൻസൈംസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, എൻസൈംസിനെ എങ്ങനെ നമ്മൾ നോമൻക്ലേച്ചർ എങ്ങനെ നെയിം ചെയ്യാം, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് അവർ തന്നു. ഓക്കെ, അപ്പോൾ ആ 1964 മുതൽ ഈ IUB സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എൻസൈം കമ്മീഷൻ കൊടുക്കുന്ന ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പോഴും യൂസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ആക്ച്വലി ഈ ഒരു നോമൻക്ലേച്ചർ നമ്മൾ ഇവരുടെ ബേസിസിലുള്ള ഒരു നോമൻക്ലേച്ചർ കുറച്ച് കോംപ്ലെക്സ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് എങ്കിലും നമ്മളിപ്പോൾ അത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്ത് പോകുന്നത്. നമ്മൾ അത് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ കോമൺ ആയിട്ട് ട്രൈവിയൽ നെയിംസ് തന്നെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻസൈം കമ്മീഷൻ്റെ ഈ ഒരു സിസ്റ്റം പ്രകാരം ഓരോ എൻസൈമിൻ്റെയും നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് EC എന്ന് വെച്ചിട്ടാണ്. എന്താണ് EC? EC സ്റ്റാൻഡ്സ് ഫോർ എൻസൈം ക്ലാസ്. അപ്പോൾ EC വെച്ചിട്ട് അതിന് ശേഷം ഒരു 4 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. EC 1 പിന്നെ 1.1. സോ ഓരോ എൻസൈമിൻ്റെ ഫസ്റ്റ് EC എന്നുണ്ടായിരിക്കും. പിന്നെ എന്താണ്? ഒരു 4 ഡിജിറ്റ് ഉണ്ടായിരിക്കും. 1.1.1.1. ഇതിൽ ഫസ്റ്റ് ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലാസ്, ആ എൻസൈമിൻ്റെ ക്ലാസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ഡിജിറ്റ് എന്ത് റെപ്രസെൻ്റ് ചെയ്യും? ആ എൻസൈമിൻ്റെ ക്ലാസ്. അതായത് ആ എൻസൈം ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നു. രണ്ടാമത്തെ ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ സബ് ക്ലാസ്. ആ ഒരൊറ്റ ക്ലാസിഫിക്കേഷനിൽ തന്നെ പിന്നെ എന്തുണ്ടായിരിക്കും? സബ് ക്ലാസ് ഉണ്ടായിരിക്കും. മൂന്നാമത്തെ ഡിജിറ്റ് ആണെങ്കിലോ സബ് ക്ലാസിൻ്റെ സബ് ക്ലാസ് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഇനി നാലാമത്തെ ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു ലിസ്റ്റിൽ ഈ എൻസൈം എത്രാമതാണ്. അതായത് ഇപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ആദ്യം കണ്ടുപിടിച്ച എൻസൈമിന് എന്ത് ചെയ്യും? 1 എന്ന നമ്പർ കൊടുക്കും, പിന്നെ 2. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഈ എൻസൈം എത്രാമതാണ് കിടക്കുന്നത്, അതാണ് നാലാമത്തെ ഡിജിറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ
ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് ബയോകെമിസ്ട്രി ആ ഒരു എൻസൈം കമ്മീഷൻ്റെ പ്രകാരം വരുന്ന എൻസൈം നോമൻക്ലേച്ചർ ഇങ്ങനെയാണ് വരുന്നത്. 4 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഡിജിറ്റ് റെപ്രസെന്റ് ക്ലാസ്, സെക്കൻഡ് ഡിജിറ്റ് ആണെങ്കിൽ സബ് ക്ലാസ്, തേർഡ് ഡിജിറ്റ് ആണെങ്കിൽ സബ് ക്ലാസ് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ്, ഫോർത്ത് ഡിജിറ്റ് ആണെങ്കിൽ ആ ഒരു എൻസൈമിന്റെ നമ്പർ എത്രയാണ് അത്രയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് നോമൻക്ലേച്ചർ. ഇതിൽ നമുക്ക് നോമൻക്ലേച്ചർ അധികം ഇമ്പോർട്ടൻ്റ് ഇല്ല, നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവർ ക്ലാസിഫൈ ചെയ്തത് ഒരു 2018 വരെ 6 മേജർ ക്ലാസ്സസ് ആണ് കേട്ടോ. 6 മേജർ ക്ലാസിഫിക്കേഷൻ ആണ് ഉണ്ടായിരുന്നത്. 2018 പുതിയതായിട്ടൊരു ക്ലാസിഫിക്കേഷനും കൂടെ വന്നു. അപ്പോൾ 7 മേജർ ക്ലാസ്സസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ എത്ര ഉണ്ട്? 7 മേജർ ക്ലാസ്സസ് ഓഫ് എൻസൈംസ് ഉണ്ട്. ഇതിൽ ഓരോ ക്ലാസ്സും എന്ത് ചെയ്യും? റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിലെ എൻസൈംസ് അവിടെ കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ എന്ത് റിയാക്ഷൻ ആണ് ആ എൻസൈം അവിടെ നടത്തുന്നത്, അതാണ് ഓരോ ക്ലാസ്സും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് എൻസൈം കാറ്റലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്ലാസ്സസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്ലാസ് ആണ് ഓക്സിഡോ റിഡക്റ്റേസസ്. ഓരോ ക്ലാസ്സിൻ്റെയും പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. ഫസ്റ്റ് ക്ലാസ് 1 ഏതാണ്? ഓക്സിഡോ റിഡക്റ്റേസസ്. അപ്പോൾ ഓക്സിഡോ റിഡക്റ്റേസസ് അപ്പോൾ എന്തായിരിക്കും ഈ ഒരു ക്ലാസ്സിൽ വരുന്ന, ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്ന എൻസൈംസ് എന്താ ചെയ്യുന്നുണ്ടായിരിക്കുക? ഓക്സിഡോ റിഡക്റ്റേസസ് ആണ്. അപ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ അല്ലേ? ഒരു സൈമൾട്ടേനിയസ്ലി അവർ ഓക്സിഡേഷനും റിഡക്ഷനും നടത്തുന്നുണ്ടായിരിക്കും. ഒരു സബ്സ്ട്രേറ്റിൻ്റെ ഓക്സിഡേഷൻ നടത്തുന്നു, അറ്റ് ദ സെയിം ടൈം മറ്റൊരു സബ്സ്ട്രേറ്റിൻ്റെയോ അല്ലെങ്കിൽ കോ എൻസൈമിൻ്റെയോ റിഡക്ഷൻ നടത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമുകളാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. ഓക്സിഡോ റിഡക്റ്റേസസ് എന്ന ക്ലാസിഫിക്കേഷൻ എന്ന ഗ്രൂപ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ഇവരെന്താണ്? ഓക്സിഡോ റിഡക്ഷൻ, ഓക്സിഡേഷൻ റിഡക്ഷൻ റിയാക്ഷൻസ് ആണ് ഇവർ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ബോക്സ് നോക്കിയാൽ കാര്യം മനസ്സിലാവും. രണ്ടാമത്തെ ക്ലാസ് അതാണ് ആര്? ട്രാൻസ്ഫറേസസ്. ഇപ്പോൾ ഓക്സിഡോ റിഡക്റ്റേസസ് എന്ന ഗ്രൂപ്പിൽ വരുന്ന എല്ലാ എൻസൈംസിൻ്റെയും നോമൻക്ലേച്ചറിൽ ഒന്നാമത്തെ ഡിജിറ്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 1 അതായത് EC കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ എൻസൈം ഏത് ക്ലാസിഫിക്കേഷനിലാണ്? ഓക്സിഡോ റിഡക്റ്റേസസിലാണ്. ഇനി അത് കഴിഞ്ഞു EC കഴിഞ്ഞിട്ട് വരുന്ന ഫസ്റ്റ് നമ്പർ 4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ എൻസൈം ഏത് ക്ലാസിഫിക്കേഷനിലാണ്? ലയേസസ് ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ എൻസൈം ക്ലാസിഫിക്കേഷൻ ആണ് ട്രാൻസ്ഫറേസസ്. ഏതാണ്? ട്രാൻസ്ഫറേസസ്. പേര് പോലെ തന്നെ ഇവർ എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത്. ഓക്കെ, ഇവരെന്ത് ചെയ്യും? ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ എന്ത് ചെയ്യുന്നു? 2 മോളിക്യൂൾസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരാണ് ട്രാൻസ്ഫറേസസ്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് അല്ലെങ്കിൽ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഹൈഡ്രോലൈസസ്. എന്താണ്? ഹൈഡ്രോലൈസസ്. അവർ ഹൈഡ്രോലൈസിസ് റിയാക്ഷൻസ് നടക്കുന്നു, ബ്രേക്ക് ഡൗൺ ആണ് നടത്തുന്നത്. നാലാമത്തെ ക്ലാസിഫിക്കേഷൻ ആരാണ്? ലയേസസ്. ആരാണ്? ലയേസസ്. ഇവരെന്താ ചെയ്യുന്നത്? ഒരു സബ്സ്ട്രേറ്റിൽ നിന്നും ഒരു ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് കളയുന്ന ആൾക്കാരാണ് ലയേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ഗ്രൂപ്പ് ആണെങ്കിലോ ഐസോമറൈസസ് ആണ്. എന്താണ്? ഐസോമറൈസസ്. അവരെന്താ ചെയ്യുന്ന? ഐസോമറൈസേഷൻ റിയാക്ഷൻസ് ആണ് ചെയ്യുന്നത്. സ്ട്രക്ചറിൽ ചെറിയ ചേഞ്ചസ് വരുത്തുന്ന ആൾക്കാരാണ് ഐസോമറൈസസ് അല്ലേ? ഇനി ആറാമത്തെ ക്ലാസിഫിക്കേഷൻ ആരാണ്? ലിഗേസസ്. ആരാണ്? ലിഗേസസ് ആണ് ആറാമത്തെ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? 2 മോളിക്യൂൾസിനെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ് ലിഗേസസ്. 2 മോളിക്യൂൾസ്, 2 സബ്സ്ട്രേറ്റുകളെ ജോയിൻ ചെയ്യുക, അവരാണ് ആര്? ലിഗേസസ്. ഓൾസോ അവിടെ ഒരു ATPന്റെ ഹൈഡ്രോലൈസിസ് കൂടെ നടക്കുന്നുണ്ടായിരിക്കും. എന്നിട്ടാണ് 2 മോളിക്യൂൾസിനെ ജോയിൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്ലാസ് 1 പറഞ്ഞു. ക്ലാസ് 2 ആരാണ്? ട്രാൻസ്ഫറേസസ് ആണ്. ഇവരെന്തോ ആറ്റംസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രൂപ്പിനെയോ ട്രാൻസ്ഫർ ചെയ്യുക അതർ ദാൻ ഹൈഡ്രജൻ. ഹൈഡ്രജൻ അല്ലാത്ത ബാക്കി ആറ്റംസ് ഓർ ഗ്രൂപ്പ്സിന് ഒരു സബ്സ്ട്രേറ്റിൽ നിന്നും മറ്റൊരു സബ്സ്ട്രേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആൾക്കാരാണ് ക്ലാസ് 2 ആയിട്ടുള്ള ട്രാൻസ്ഫറേസസ്. ഇനി മൂന്നാമത്തെ ക്ലാസ് ആണെങ്കിലോ ഹൈഡ്രോലൈസസ്. നമ്മൾ പറഞ്ഞു ഹൈഡ്രോലൈസിസ് ആണ് നടത്തുന്നത്. വാട്ടറിനെ ആഡ് ചെയ്യും, അതിനുശേഷം അവിടെ അടങ്ങിയിട്ടുള്ള ബോണ്ടിനെ ബ്രേക്ക് ചെയ്ത് കളയും. സോ എസ്റ്റേഴ്സിനെ
ഈത്തേഴ്സിനെ, പെപ്റ്റൈഡ് ബോണ്ടിനെ, ഗ്ലൈക്കോസിഡിക് ബോണ്ടിനെ അവരിനൊക്കെ ബ്രേക്ക് ചെയ്യുക. എങ്ങനെ? ആഡിങ് വാട്ടർ ആൻഡ് ദെൻ ബ്രേക്കിംഗ് ദ ബോണ്ട്. ഇതാണ് ആര് ചെയ്യുന്നത്? ക്ലാസ് 3 ആയിട്ടുള്ള ഹൈഡ്രോളൈസിസ് ചെയ്യുന്നത്. നാലാമത്തെ ആൾക്കാരാണ് ലയേസസ്. ലയേസസ് നമ്മൾ പറഞ്ഞു ഹൈഡ്രോലൈസിസ് അല്ലാതെ മറ്റെന്തെങ്കിലും റിയാക്ഷൻസ് യൂസ് ചെയ്തിട്ട് ബോണ്ട്സിനെ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സബ്സ്ട്രേറ്റിൽ നിന്നും ചില ഗ്രൂപ്പ്സിനെ റിമൂവ് ചെയ്ത് കളയുക. അതാണ് ആരുടെ പണി? ലയേസസ്. സബ്സ്ട്രേറ്റിൽ നിന്നും ഏതെങ്കിലും ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ എന്താണ്? ഹൈഡ്രോലൈസിസ് അല്ലാത്ത മറ്റെന്തെങ്കിലും മെക്കാനിസം യൂസ് ചെയ്തിട്ട് ബോണ്ട്സിനെ ബ്രേക്ക് ചെയ്യുക. അതാണ് ലയേസസിന്റെ പണി. ഇനി അടുത്തതാണ് ആര്? ഐസോമറൈസസ്. അഞ്ചാമത്തെ ക്ലാസ് ആണ് ഐസോമറൈസസ്. ഐസോമറൈസസ് നമ്മൾ പറഞ്ഞു സ്ട്രക്ചറിൽ കുഞ്ഞു കുഞ്ഞു ചേഞ്ചുകൾ, അതായത് ഐസോമറൈസേഷൻ റിയാക്ഷൻ നടത്തിയിട്ട് അവർ സബ്സ്ട്രേറ്റ്സിനെ എന്താക്കി മാറ്റും? ഒപ്റ്റിക്കൽ ഐസോമേഴ്സോ അല്ലെങ്കിൽ ജോമെട്രിക് ഐസോമേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐസോമേഴ്സോ ആക്കി മാറ്റുന്നു. അതിൻ്റെ എക്സാമ്പിൾ ആണ് റെസിമേസസ്, എപ്പിമറൈസസ്, സിസ് ട്രാൻസ് ഐസോമറൈസസ് ഒക്കെ വരുന്നത്. ഓക്കെ. ഇനി ആറാമത്തെ ഗ്രൂപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ലിഗേസസ്. നമ്മൾ പറഞ്ഞു രണ്ട് സബ്സ്ട്രേറ്റിനെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷെ അവിടെ എന്ത് നടക്കും? ATPന്റെ ഹൈഡ്രോലൈസിസ് ഒപ്പം നടക്കുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞു 2018 മുതൽ കണ്ടുപിടിച്ച ഏഴാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ട്രാൻസ്ലൊക്കേസസ്. ആരാണ്? ട്രാൻസ്ലൊക്കേസസ്. സോ ഇവർ EC7 ആണ് ഇവരുടെ സ്റ്റാർട്ട്, 7 ആണ് ഇവരുടെ ഫസ്റ്റ് ഡിജിറ്റ് വരുന്നത്. ആൻഡ് എന്താണ് ഇവരുടെ മെയിൻ പണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയോൺസിന് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ചില മോളിക്യൂൾസിനെ നമ്മൾ ഒരു മെംബ്രെയിനിൽ നിന്ന് മറ്റു മെംബ്രെയിനിലേക്ക് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ മെംബ്രെയിൻസിൻ്റെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, മൂവ് ചെയ്യുക. അതാണ് ആരുടെ പണി? ട്രാൻസ്ലൊക്കേസസിൻ്റെ പണി. അപ്പോൾ ബാക്കി പറഞ്ഞ എല്ലാം ക്ലാസ്സിലത്തും എൻസൈം മെയിനായിട്ട് സബ്സ്ട്രേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തലാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ട്രാൻസ്ലൊക്കേസസിൻ്റെ മെയിൻ ആയിട്ടുള്ള പണി അവിടെ ട്രാൻസ്പോർട്ടാണ്. മെയിനായിട്ട് അയോൺസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടാണ് നടത്തുന്നത് അക്രോസ് മെംബ്രെയിൻസ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ട് നടക്കാൻ വേണ്ടിയിട്ട് അവർ ATP പോലത്തെ എനർജി സോഴ്സസിന് യൂസ് ചെയ്യുന്നുണ്ട്. ATPൻ്റെ ഹൈഡ്രോലൈസിസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ നിന്നും സെല്ലിൻ്റെ പുറത്തേക്ക് സോഡിയം അയോൺസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എൻസൈംസ്, അല്ലെങ്കിൽ ഇപ്പോൾ മൈറ്റോകോൺട്രിയയുടെ മെംബ്രെയിൻ, മൈറ്റോകോൺട്രിയക്ക് തന്നെ 2 മെംബ്രെയിൻ ഉണ്ട് അല്ലേ, അതിൽ കൂടെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ്, അതൊക്കെയാണ് ട്രാൻസ്ലൊക്കേസസിൽ വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മെയിൻ 7 ക്ലാസ്സസ് ഓഫ് എൻസൈംസ് വരുന്നത്. നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നോക്കുമ്പോൾ 6 ക്ലാസ്സസ് ആണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. 7th ക്ലാസ്സസ് ഇപ്പോൾ ഞാൻ പറഞ്ഞു 2018 മുതലാണ് ആഡ് ആയിട്ടുള്ളത്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കണം. അതായത് ക്ലാസ് 1 ഓക്സിഡോ റിഡക്റ്റേസ് ആണ്. ക്ലാസ് 1 നമ്മൾ ഹൈഡ്രോലൈസിസ് ഒന്നോ ലയേസസ് ഒന്നും പറയാൻ പാടില്ല, ബിക്കോസ് നമ്മൾ പറഞ്ഞു ഓരോത്തിനും ഈ ഒരു ഓക്സിഡോ റിഡക്റ്റേസിനാണ് നമ്മൾ 1 എന്ന നമ്പർ കൊടുത്തിട്ടുള്ളത്, ട്രാൻസ്ഫറൈസസിന് 2. അപ്പോൾ ഈ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. മാറ്റി കഴിഞ്ഞാൽ അത് നമ്മുടെ തെറ്റായിട്ട് പോകും. ഓക്കെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്സിഡോ റിഡക്റ്റേസസിൻ്റെ എക്സാമ്പിൾ ആണ് ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്. അതിനൊരു ഐഡിയ ഉണ്ട് കേട്ടോ. ഈ ഡീഹൈഡ്രോജനേസ് എന്ന് പേരിൽ ലാസ്റ്റ് വരുന്ന എൻസൈംസ് ഒക്കെ ഓക്സിഡോ റിഡക്റ്റേസസാണ് വരിക. ഓക്കെ. ലാക്റ്റേറ്റ് ഡീഹൈഡ്രോജനേസ്, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഡീഹൈഡ്രോജനേസ്, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ ഈ എല്ലാ എൻസൈംസിൻ്റെ ബ്രാക്കറ്റിൽ നമുക്ക് NAD, NADP, FAD എന്നൊക്കെ കാണാം അല്ലേ. അത് ഓരോ എൻസൈമിനും ആവശ്യമായിട്ടുള്ള കോ എൻസൈമുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ട്രാൻസ്ഫറേസസിൻ്റെ എക്സാമ്പിൾ ആണ് ഹെക്സോകൈനേസ്, അമിനോ ട്രാൻസ്ഫറേസ്. ഇപ്പോൾ അമിനോ ട്രാൻസ്ഫറേസ് അമിനോ ഗ്രൂപ്പിനെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഹെക്സോകൈനേസ് എന്ന എൻസൈം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫോറിൽ ഗ്രൂപ്പിനെയൊക്കെ ആയിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി ഹൈഡ്രോലൈസിസ് എന്ന ക്ലാസിൻ്റെ എക്സാമ്പിൾ ആണ് അസറ്റൈൽ കോളിൻ എസ്റ്ററേസ് അല്ലെങ്കിൽ ട്രിപ്സിനൊക്കെ. ലയേസസിൻ്റെ എക്സാമ്പിൾ ആണ് ഏത്? HMG കോയെ ലയേസ്, അതേപോലെ ATP സിട്രേറ്റ് ലയേസ്. ഓക്കെ. ഇനി ഐസോമറൈസസിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ട്രയോസ് ഫോസ്ഫേറ്റ് ഐസോമറൈസ്. ലിഗേസിൻ്റെ എക്സാമ്പിൾ ആണ് ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ്, അസറ്റൈൽ കോയെ കാർബോക്സിലേസ്, PRPP സിന്തറ്റേസസ് ഒക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എൻസൈം ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇവിടെ ജസ്റ്റ് ഈ അവർ നടത്തുന്ന റിയാക്ഷൻസ് കെമിക്കൽ റിയാക്ഷൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓക്സിഡോ റിഡക്റ്റേസസ് എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ റിഡക്ഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ ഇവിടെ ഇവിടെ റിഡക്ഷൻ റിയാക്ഷൻ നടത്തുന്ന നമുക്ക് കാണാൻ പറ്റും. ഹൈഡ്രജൻ്റെ ഇപ്പോൾ AH2 എന്നുള്ളത് റിയാക്ഷൻ നടക്കുമ്പോൾ എന്തായിട്ട് മാറുന്നുണ്ട്? BH2, അതായത് ഹൈഡ്രജൻ
അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അവിടെ നടന്നിട്ടുണ്ട്, റിഡക്ഷൻ നടന്നിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കൂ, ട്രാൻസ്ഫറേസസ് നോക്കൂ, ഗ്രൂപ്പ് ട്രാൻസ്ഫർ ആണ് അല്ലേ. ഇവിടെ എയില് എക്സ് എന്ന ഗ്രൂപ്പ് ഉണ്ട് പ്ലസ് ബി. അത് റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഈ എക്സ് എന്ന ഗ്രൂപ്പ് എയിൽ നിന്നും എവിടേക്ക് ട്രാൻസ്ഫർ ആയി, ബിയിലോട്ട് ട്രാൻസ്ഫർ ആയി അല്ലേ. അപ്പൊ ഗ്രൂപ്പ് ട്രാൻസ്ഫർ നടത്തുന്ന ആൾക്കാരാണ് ട്രാൻസ്ഫറേസസ്. ഇനി ഹൈഡ്രോലൈസസ് ആണെങ്കിലോ വാട്ടറിനെ ആഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ബോണ്ട് ബ്രേക്കേജ് നടത്തുവാണ്. അപ്പോൾ വാട്ടറിനെ ആഡ് ചെയ്തു, എന്നിട്ട് ഈ ഒരു ബോണ്ട് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. അതാണ് ആര്, ഹൈഡ്രോലൈസസ് ചെയ്യുന്നത്. ഇനി ലയേസസ് ആണെങ്കിലോ സ്പെസിഫിക് ഗ്രൂപ്പ്സിനെ എലിമിനേറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, അവിടെ ബോണ്ട് ബ്രേക്കേജ് ആണ് നടത്തുന്നത്. അപ്പോൾ എ ബി എന്നുള്ള ബോണ്ട് ബ്രേക്കേജ് നടത്തിയിട്ട് എ എക്സുമായിട്ട് കമ്പൈൻ ചെയ്യും, ബി വൈയുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ എയും ബിയും എന്നുള്ള ബോണ്ടും ബ്രേക്കായി, ഇവിടെ എക്സ് വൈൻ്റെ ഈ ബോണ്ടും ബ്രേക്കായി. ഓക്കെ. പിന്നെ ലയേസസ് എന്താ ചെയ്യുന്നത്, ലൈസസ് നമ്മളിപ്പോൾ പറഞ്ഞു. ഐസോമറൈസസ് നമ്മൾ പറഞ്ഞു, സ്ട്രക്ചറിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുന്ന ആൾക്കാരാണ് ഐസോമറൈസസ് എന്ന് പറയുന്നത്. പിന്നെ ലിഗേസസ് ആണ്. ലിഗേസസ് നമ്മൾ പറഞ്ഞു എന്താണ്, കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ് അവിടെ നടത്തുന്നത്. രണ്ട് മോളിക്യൂൾസിനെ ജോയിൻ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എ പ്ലസ് ബി, എയും ബിയും കൂടെ ജോയിൻ്റ് ആയി. ഓൾസോ അവിടെ എന്ത് നടക്കുന്നുണ്ട്, എ ടി പിൻ്റെ ഹൈഡ്രോലൈസസ്, എ ടി പിൻ്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻസൈംസ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ നോക്ക്, കണ്ട എൻസൈം നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസിന്റെ നോമൻക്ലേച്ചർ ആണ് ഈ കിടക്കുന്നത്. എൻസൈം കണ്ടോ, EC എൻസൈം ക്ലാസ് 4 ഡിജിറ്റ് 1111. ഇനി നോക്കൂ, ഹെക്സോകൈനസിൽ നോക്ക്, എൻസൈം ക്ലാസ് 271. അപ്പം എല്ലാത്തിനും 4 ഡിജിറ്റ്സ് ഉണ്ട്. ഓരോ ഡിജിറ്റും റെപ്രസെന്റ് ചെയ്യുന്നത് ആ എൻസൈമിന്റെ ക്ലാസ്, സബ് ക്ലാസ്, സബ് ക്ലാസ്, പിന്നെ ആ ലിസ്റ്റിലെ എൻസൈമിന്റെ എണ്ണം. ഇത് നോക്കൂ, 3.1.1.3. അപ്പോൾ ഓരോ എൻസൈമിൻ്റെയും നോമൻക്ലേച്ചറും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഇനി രണ്ടൊരു ക്ലാരിഫിക്കേഷൻ പോലെ തരാനുള്ളതാണ് സിന്തറ്റേസും സിന്തേസും. സിന്തറ്റേക്ക് തോന്നും പല ആൾക്കാർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് സിന്തറ്റേസ് എന്ന എൻസൈമും സിന്തേസ് എന്ന എൻസൈമും സെയിം ആണ്. ആക്ച്വലി അവർ സെയിം ആണോ, അല്ല. ദേ ബോത്ത് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈം ആണ്. സിന്തറ്റേസസിനെ കുറിച്ച് പറയുവാണ്. ഇപ്പോൾ ആർജിനോ സക്സിനേറ്റ് സിന്തേസ്, സിന്തറ്റേസ്, PRPP സിന്തറ്റേസ്, ഗ്ലൂട്ടാമിൻ സിന്തേസ്, ഇങ്ങനെ സിന്തറ്റേസ് എൻസൈമുകൾ ഉണ്ട്. ഇവർ ATP ഡിപ്പെൻഡൻറ്റ് എൻസൈമുകളാണ്. ATP ആവശ്യമുള്ള എൻസൈമുകളാണ്. സിന്തറ്റിക് റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്നു. ഇവർ മെയിനായിട്ട് ലിഗേസ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണ്. അതായത് നമ്മൾ ജോയിൻ ചെയ്യുന്ന എൻസൈമുകൾ ഉണ്ടല്ലോ, അതിൽ വരുന്ന ആൾക്കാരാണ് സിന്തറ്റേസുകൾ. ഇനി സിന്തേസ് പറയുവാണെങ്കിൽ ഇവരും സിന്തറ്റിക് റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് ഇവർക്ക് ATPൻ്റെ ആവശ്യം ഡയറക്റ്റ്ലി വരുന്നില്ല. ഇവരാണെങ്കിൽ ലിഗേസസിൽ വരുന്ന ആൾക്കാരുമല്ല. ഓക്കെ, ഇത് മെയിനായിട്ട് സിന്തസിസ്, പക്ഷെ ഇവർക്ക് ATP വേണ്ട. അപ്പോൾ ഗ്ലൈക്കോജൻ സിന്തേസ്, ALA സിന്തേസ് ഒക്കെ സിന്തേസിൻ്റെ എക്സാമ്പിൾ ആകുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മുടെ എൻസൈം ക്ലാസ്സിന് അതിൽ വരുന്ന സബ് ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ രണ്ടാമത്തെ ഡിജിറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്ന സബ് ക്ലാസ്സുകളും കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്സിഡോ റിഡക്റ്റേസിൽ വരുന്ന സബ് ക്ലാസ്സുകളാണ് ഡീഹൈഡ്രോജനേസസ്, ഓക്സിഡേസസ്, റിഡക്റ്റേസസ്, പെറോക്സിഡേസസ്, കാറ്റലൈസസ്, ഓക്സിജനേസസ്, ഹൈഡ്രോക്സിലേസസ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലെ സബ് ക്ലാസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഏതേലും എൻസൈമിൻ്റെ പേരിൻ്റെ ലാസ്റ്റ് രണ്ടാമത്തെ വേർഡായിട്ട് ഈ പറഞ്ഞ പേരുകൾ ഉണ്ടെങ്കിൽ നമ്മളപ്പോൾ എന്ത് മനസ്സിലാക്കണം, ഇവരൊക്കെ ഓക്സിഡോ റിഡക്റ്റേസസ് എന്ന ക്ലാസ്സിൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ ക്ലാസ് ആയിട്ട് ട്രാൻസ്ഫറേസസിൻ്റെ സബ് ക്ലാസ് നോക്കൂ. ട്രാൻസ് ആൾഡോളേസ്, ട്രാൻസ് കീറ്റോളേസ്, അസൈൽ മീത്തൈൽ ഗ്ലൂക്കോസിൽ ഫോസ്ഫോറിൽ ട്രാൻസ്ഫറേസ്, കൈനേസസ്, ഫോസ്ഫോമ്യൂട്ടേസസ്. ഹൈഡ്രോലൈസസിൽ നോക്കൂ. എസ്റ്ററേസസ്, ഗ്ലൈക്കോസിഡേസസ്, പെപ്റ്റിഡേസസ്, ഫോസ്ഫറ്റേസസ്, തയോളേസസ്, ഫോസ്ഫോലിപ്പേസസ്, അമിഡേസസ്, ഡീഅമിനേസസ്, റൈബോന്യൂക്ലിയേസസ്. ഇതൊക്കെ ഹൈഡ്രോലൈസസിൻ്റെ സബ് ക്ലാസ്സുകളാണ് വരുന്നത്. ഇനി ലയേസിൻ്റെ സബ് ക്ലാസ്സുകൾ നോക്കൂ. ഡി കാർബോക്സിലേസസ്, ആൾഡോളേസസ്, ഹൈഡ്രറ്റേസസ്, പിന്നെ എന്താ ഡീഹൈഡ്രറ്റേസസ്, സിന്തേസസ്, ലയേസസ്. ഓക്കെ, ഇനി ഐസോമറൈസിൻ്റെ നോക്കൂ. റെസിമേസസ്, എപ്പിമറൈസസ്, ഐസോമറൈസസ്, മ്യൂട്ടേസസ്. എല്ലാ മ്യൂട്ടേസസും വരുന്നില്ല.
ലിഗേസിലാണ് സിന്തറ്റൈസസും കാർബോക്സിലേസസും. അപ്പോൾ ഇത്രയാണ് സബ് ക്ലാസ്സുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. എൻസൈമിൻ്റെ ബാക്കി ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് എന്തൊക്കെ പഠിച്ചു, എന്താണ് എൻസൈംസ് എന്ന് പഠിച്ചു, എന്താണ് എൻസൈംസിൻ്റെ വർക്ക്, എന്താണ് അവരുടെ പണി എന്ന് പഠിച്ചു, എൻസൈംസിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ്, കോഫാക്ടർ, കോഎൻസൈം, പ്രോസ്തെറ്റിക് ഗ്രൂപ്പ് പോലത്തെ ടേംസുകൾ പഠിച്ചു. പിന്നെ എൻസൈംസിൻ്റെ സ്പെസിഫിസിറ്റിനെ കുറിച്ച് പഠിച്ചു. പിന്നെ മെയിനായിട്ട് നോമൻക്ലേച്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് പഠിച്ചത്. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ. ബാക്കിയുമായിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു.